PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി കാലണേന്റെ വില കൊടുത്തിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്തറിയോ? അങ്ങോരുടെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തായിപ്പോയി. അത് പുറത്തായിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങോരെ ഒരു ചുക്കും ചെയ്യില്ലായിരുന്നു. അജിത് കുമാർ വിഷയത്തിൽ PV അൻവറിൻ്റെ ആരോപണത്തിന് മുഖ്യമന്ത്രി കാലണേൻ്റെ വില കൊടുത്തിട്ടില്ല. പണ്ട് ആനി രാജ പറഞ്ഞിരുന്നു കേരളത്തിലെ പോലീസിൽ RSS ഫ്രാക്ഷൻ ഉണ്ട് എന്ന്. ഇപ്പോൾ CPIക്കാർ കുറേ ദിവസം എന്തോ ബഹളം ഉണ്ടാക്കുന്നത്. അതിനൊന്നും പിണറായി വിജയൻ കാൽ പൈസേൻ്റെ വില കൊടുത്തിട്ടില്ല എന്ന്. അതല്ലേ നമ്മൾ ഊഹിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു ഭരണകക്ഷി MLA ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയാൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണമൊക്കെ ഏതോ കാലത്ത് റിപ്പോർട്ട് വരും. ഇന്നലെ MR അജിത് കുമാർ കത്തും കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെയുള്ള ആരോപണം കളവാൻ തെളിഞ്ഞാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണം. അപ്പോൾ ഇതൊന്നും മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തിട്ടില്ലാന്ന്. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ തൊണ്ട പൊട്ടിക്കുക എന്നല്ലാണ്ട് ചീഫ് മിനിസ്റ്റർ ഇതിന് കാലണേൻ്റെ വില കൊടുത്തിട്ടില്ല. സുജിത് ദാസ് സസ്പെൻഷൻ ആവാൻ കാരണം അയാൾക്ക് അബദ്ധം പറ്റി. അയാളുടെ ഫോൺ കോൾ ടേപ്പ്ഡായിപ്പോയി. അയാൾ വാട്സപ്പിൽ വിളിക്കേണ്ടിയിരുന്നു. ഞാനായിരുന്നെങ്കിൽ വാട്സപ്പിൽ വിളിക്കും. വാട്സപ്പ് ടേപ്പ് ചെയ്യാൻ സാധ്യമല്ല. ഈ റെഗുലർ കോൾ ടേപ്പ് ചെയ്യാം. അപ്പോൾ അത് വാട്സപ്പിൽ ടേപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡോ അല്ലെങ്കിൽ ഒരു റെക്കോർഡറോ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കണം. എന്നാലും വളരെ ഫീബിളായിട്ടൊക്കെ ഇത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് അങ്ങൊരു സസ്പെൻഷനിലായി. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. PV അൻവർ പറഞ്ഞൊന്നും മുഖ്യമന്ത്രി സീരിയസ് ആയി എടുത്തിട്ടില്ല, എടുക്കാനായിട്ട് പോകുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ RSS നേതാവിനെ പോയി കണ്ടത് ഈ 2 ആഴ്ച മുന്നേ അല്ലേ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്? മിനിസ്ട്രി ഫോർ പേഴ്സണൽ അഫയേഴ്സ്, അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പ്രവർത്തിക്കാമെന്ന്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന് വരെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കണ്ടതിൻ്റെ പേരിൽ അതിന് നടപടി എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ നിയമപ്രകാരം നിൽക്കുമോ? എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. അവിടെ ശ്രീ വി പി പത്മനാഭൻ കേരളം ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസിച്ചു ചുമതല കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ ആരും അറിയാതെ രഹസ്യമായ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലെ രണ്ടാമനെ കാണണമെങ്കിൽ അതിൽ നിശ്ചയമായും ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് വളരെ നിഷ്കളങ്കമായി നടന്ന ഒന്നാകാനേ വഴിയില്ല. ഇപ്പൊ അച്ചടക്ക നടപടി എടുക്കുന്നതിനല്ലേ താങ്കൾ ഈ പറയുന്ന സാങ്കേതികത്വവും നിയമപ്രശ്നവും ഒക്കെ? ഏത് ചുമതലയിൽ ഈ ഉദ്യോഗസ്ഥനെ ഇരുത്തണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യമല്ലേ? അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് തന്നെ എല്ലാ കാലത്തും ഇരുത്തിക്കൊള്ളണം എന്ന് മുഖ്യമന്ത്രിക്ക് വാശി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതിനിപ്പം മുഖ്യമന്ത്രിക്ക് മാറ്റാൻ സൗകര്യമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? സൗകര്യമില്ല. MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞിരിക്കുക. നമുക്ക് നാളെ നേരം വെളുക്കുന്നവരെ ചർച്ച ചെയ്യാം. ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. ശരി, ഓക്കെ.